പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 26 വ്യാഴാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്രദാന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 7 ഒരു ഗോൾഡൻ ലെറ്ററിൽ എഴുതി അച്ഛനെ ഈശോ കാണിക്കുന്നുണ്ട്. 7 ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 7 അനുഗ്രഹം കിട്ടിയാൽ ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റാകാം, ജോലിയാകാം, PR ആകാം, ഇനി എന്താണ് നിങ്ങൾ ഇത്രയും നാൾ ആശിച്ചിരുന്നത് അതിനുള്ള തീരുമാനമാകാം, അതിൻ്റെ വിടുതലാകാം. എന്തായാലും നിങ്ങൾ സാക്ഷ്യം പറയണം.
കർത്താവേ, ഇങ്ങനെ ഇതുപോലെ തന്നെ ഓരോരുത്തരും കർത്താവെ അങ്ങ് സന്ദേശം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ, ഭാരങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നന്നായി വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്, വെടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ഈ നിമിഷം ആശീർവദിക്കട്ടെ. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഘടന കർത്താവ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ഘടനയാണുള്ളത്. എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം നിലനിൽക്കുക എന്നുള്ളത് ആണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടതാണ്, ഏറ്റവും വലിയ മുഖമുദ്രയും അതാണ്. നമുക്ക് പൊതുവെ വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഈ ആഴ്ച ഭക്തി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഭക്തി ഉണ്ടാകത്തില്ല. അടുത്ത മാസം നമ്മൾ തീർത്ഥാടനത്തിനും പോകും, ലോകത്തിലുള്ള എല്ലാ മലയും കയറും, പുരുഷൻ്റെ വഴി നടത്തി ഇറങ്ങി വരികയും ചെയ്യും, കൃപയിൽ ജീവിക്കുകയും ചെയ്യും. നോൻപ് കഴിയുമ്പോൾ ഇല്ലേ, പുതിയ ഞായറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെ ഗ്രാഫ്, ആധ്യാത്മിക ഗ്രാഫ് താഴെ പോകും. ചിലപ്പോൾ ഗ്യാപ്പും വരും. നിങ്ങൾ ഒരു മല കയറണ നല്ലതല്ലേ, ഞാനും കയറുന്ന ആളാണ്. പക്ഷേ ഒരു മലയും കയറിയില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് അറിയാമോ? ദൈവ ആ മനുഷ്യ ബന്ധത്തിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. എന്താ ഈശോ പറയണത്? നിലനിൽക്കണം എന്ന് പറഞ്ഞ വാക്കതാണ് 15:10. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ഗ്യാപ്പില്ലാതെ, വിള്ളലില്ലാതെ, കണ്ടിന്യൂസ് ആയിട്ട് പിന്തുടർന്നുകൊണ്ട് നിലനിൽക്കുന്നത് പോലെ. നമ്മൾ ഒത്തിരി പീക്കിലേക്ക് പോയില്ലെങ്കിലും ദൈവമായിട്ടുള്ള ആ ബന്ധം അത് ഒത്തിരിയേറെ നിമ്നോന്നതങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും ഒരു ബേസിക്കായിട്ട് ദൈവമായിട്ടുള്ള ആ നിലനിൽപ്പ് സൂക്ഷിക്കുന്നത് എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലനിന്ന് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നറിയാവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉടമ്പടിയുടെ ഗുണം അതാണ്. ഉടമ്പടി നിങ്ങളുടെ കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തും. കണ്ടിന്യൂറ്റി ഇല്ലേ, തുടർച്ച ഉറപ്പ് വരുത്തും. കാര്യം എന്താണ്? അതിൻ്റെ ചിട്ടവട്ടങ്ങളും ആചാര അനുഷ്ഠാന ക്രമങ്ങളും സുവിശേഷ സാക്ഷ്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഉറപ്പ് വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? 15:7 സംഭവിക്കും. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽക്കുക എന്നുള്ള വാക്കുണ്ട് അവിടെ. 2 സ്ഥലത്തുകൊണ്ടേ 15:10 നിലനിൽപ്പുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹം നിലനിൽക്കും. ഇപ്പോഴെന്താ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽപ്പ് ഒരു പ്രശ്നമാണ്, ഗ്യാപ്പ് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഉടമ്പടി ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോലും ആൾക്കാരെ കാണത്തില്ല. എന്താ കാര്യം? അതായത് ഒരു ഉടമ്പടിയിലല്ല. ഉടമ്പടിയിലാണെങ്കിൽ അവരെ കാണാൻ എളുപ്പമാണ്. നമുക്ക് ചുമ്മാ കാര്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് മതാനും മധ്യസ്ഥ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിഷയം ശരിയാകും. പക്ഷെ അവർ ഉടമ്പടിയിൽ അല്ലെങ്കിലോ, കാര്യം ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോഴാണ് നിങ്ങളെൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് തടസ്സമില്ല, ഇഷ്ടമുള്ള നമുക്ക് ചോദിക്കാം. പക്ഷേ ഗ്യാപ്പ് ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയം നോമ്പ് കാലത്ത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.